നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കെന്തോ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു ചേട്ടാ. അതെന്താന്നറിയില്ല. നിന്നെ കൊല്ലാനുള്ള സന്തോഷമാണ് എനിക്ക്. നിന്റെ ചോര എനിക്ക് കാണണം. അയ്യോ, എന്റെ മരണം എന്തായാലും നിലവറ അടച്ചതോടെ ഉറപ്പായി. പക്ഷേ മകരവിളക്ക് സമയത്ത് ഈ വിളക്ക് തെളിയിച്ചില്ലെങ്കിൽ ചെമ്പകമംഗലത്തുള്ള എല്ലാവർക്കും ആപത്താ. സർവേശ്വരന്മാരെ, എന്റെ പരദൈവങ്ങളെ, മഹാദേവ, ധർമ്മശാസ്താവേ, ഈ വിളക്ക് തെളിയിക്കാൻ അടിയനെ അനുഗ്രഹിക്കണേ. അല്ല ദേവി, ആ മൈത്രിക്ക് സാരമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടല്ലോ. എന്റെ ചേട്ടാ, അവൾക്കൊന്നും പറ്റിയിട്ടില്ല ചേട്ടാ. അവള് വെറും തട്ടിപ്പാ. അവിടെ നിന്ന് നമ്മുടെ വിലയേറിയ സമയം എന്തിനാ നഷ്ടപ്പെടുത്തുന്ന? എന്റെ ദേവിയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്താ ചേട്ടാ? അല്ല, എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നു. എന്റെ ദേവിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയോ? ഞാൻ സംസാരിക്കുന്നതിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? ദേവി ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നത് ആദ്യമായിട്ടല്ലേ? അതുകൊണ്ട് ഞാനൊന്ന് ചോദിച്ചു പോയതാ. സംസാരിക്കാനല്ല ഞാൻ വന്നത്. നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് നിന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാ. ഞാൻ ആരാണെന്ന് നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. എനിക്കിവിടെ ചിലരെ കൊല്ലണം. ആദ്യം നിന്നെ. മകരവിളക്കിന്റെ നിലാവിൽ ദീപം തെളിഞ്ഞുകൊണ്ടായിരിക്കാം നന്ദിനിയുടെ മുഖത്തും എന്തെന്നില്ലാത്തൊരു പ്രകാശം. യുവർ ഫേസ് ലൈറ്റ്സ് ലൈക്ക് എ ലാമ്പ്. ഈ ജേട്ടന്റെ ഒരു തമാശ. ഏയ്, ഞാൻ തമാശ പറഞ്ഞതല്ല ദേവി, പറഞ്ഞത് സത്യവാ. ഇത്രയും സന്തോഷവതിയായിട്ട് ഞാൻ എന്റെ ദേവി ഇന്നുവരെ കണ്ടിട്ടില്ല. എന്താണാവോ ഇന്നിങ്ങനെ? എനിക്കെന്തോ ഇന്ന് വല്ലാത്ത സന്തോഷം തോന്നുന്നു ചേട്ടാ. അതെന്താന്നറിയില്ല. നിന്നെ കൊല്ലാനുള്ള സന്തോഷമാണ് എനിക്ക്. നിന്റെ ചോര എനിക്ക് കാണണം. ഇങ്ങനെ വേണം. ദേവി ഒത്തിരിയേറെ കരഞ്ഞതല്ലേ, ഇനി എന്നും ഇതുപോലെ ചിരിക്കണം ഈ ജീവിതകാലം മുഴുവനും. ജേട്ടന് ഒത്തിരി കരഞ്ഞതാ. പലതും അനുഭവിച്ചു, ഒത്തിരി വേദനിച്ചു. ഇനി വേദനിക്കാൻ പാടില്ല, തോൽക്കാനും പാടില്ല. തോറ്റതല്ല, തോറ്റു കൊടുത്തതാ ദേവി. തോറ്റത് ജയിക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടൊന്നുമല്ല, ചതിക്കാനാവാത്തതുകൊണ്ടാ. ഇനി എന്തായാലും ഞാൻ തോൽക്കില്ല.
ഇപ്പൊ തോറ്റത് ഞാനാണ്. നിന്നെ ചതിച്ചു കൊല്ലാമെന്ന ഞാൻ തോറ്റു. നീ എന്റെ ശത്രുവിന്റെ ഭസ്മം തൊട്ടിരിക്കുന്നു. ചുടലയ്ക്ക് കാവലിരിക്കുന്നവളാണ് ഞാൻ. എന്റെ മുൻപിൽ നീ എന്റെ ശത്രു മെയ്യാസകലം വാരിപ്പോച്ചുന്ന ഭസ്മം തൊട്ട് നിൽക്കുന്നു. തൽക്കാലം നിന്നെ ഞാൻ വിടുന്നു. ദേവി പോവാണോ? എന്താ ഇത്? എനിക്ക് തോന്നിയതാണോ? ഇനി മഹാദേവൻ ശരണം. ഭഗവാനല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല. മനുഷ്യന് പലതും ചിന്തിക്കാൻ പറ്റും, പക്ഷെ ചിലതൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. ഓം നമഃ ശിവായ. 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 നമഃ ശിവായ. നമഃ ശിവായ. നമഃ ശിവായ. നമഃ ശിവായ. എന്തായാലും ഈ മകരസന്ധ്യ നമ്മളെ കാത്തു രക്ഷിച്ചു. ചെമ്പകമംഗലത്തെ എല്ലാ ശാപങ്ങളും ഒഴിഞ്ഞു പോയല്ലോ. അങ്ങനെ ഒഴിഞ്ഞു പോയിന്ന് തീർത്തും പറയാൻ വരട്ടെ. ശാപങ്ങളെ ഒഴിഞ്ഞു പോയിട്ടുള്ളൂ. ബാധകൾ ഇനിയും ചെമ്പകമംഗലം വിട്ടിട്ടില്ല. ബാധയോ? അതേത് ബാധ? ഒരു ഒഴിയാ ബാധ. ആ ബാധ ബോധമില്ലാതെ അവിടെ കിടക്കല്ലേ. ഓ, ആ ബാധ, മൈഥിലി ബാധ. അതും സാവകാശം ഒഴിഞ്ഞു പൊയ്ക്കോളും. അല്ല, അവൾക്ക് എന്താ പറ്റിയത്? ആരെങ്കിലും അവളുടെ തലക്കിട്ട് വീക്കിയോ? ഏയ്, ഇതൊന്നും അല്ലെന്നേ. ഇതേതോ ഒരു കാര്യസാധ്യത്തിനുള്ള അവളുടെ അടവായിരിക്കും. അടവോ? അതെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.